വരട്ടെ വരാം. ഹായ് മീനാക്ഷി. മീനാക്ഷിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒരു ആൽബം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിലേക്ക് ആക്ട് ചെയ്യാനായിട്ട് ക്യൂട്ടായിട്ടൊരു കുട്ടിയെ വേണമായിരുന്നു. അപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് മീനാക്ഷി തന്നെയാണ്. അപ്പം ഫസ്റ്റ് ടേക്ക് പോവാണ്. ഫസ്റ്റ് ടേക്ക് പോയ സമയത്ത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ക്യാമറയിലേക്ക് നോക്കുവോ ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടേക്ക് എനിക്ക് തോന്നുന്നു അന്ന് സെക്കൻഡ് ടേക്കിൽ തന്നെ അവൾ ഓക്കെ ആക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് മീനാക്ഷിയുടെ ഒരു ചോദ്യമുണ്ട്. നമ്മൾ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, എങ്കിലും മീനാക്ഷിക്ക് ചെയ്യാൻ പറ്റാതെ പോയ, ഞങ്ങൾ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാതെ പോയ ഏതെങ്കിലും ഷോർട്ട് ഫിലിമോ ഇല്ല ആൽബമോ ഇല്ല അങ്ങനെ ആഗ്രഹിച്ച ഷോർട്ട് ഫിലിം ഉണ്ടോ നമ്മൾ തന്നെ ചെയ്ത്? ഈ അങ്കിളാണ് ആൽബത്തിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ? അങ്കിൾ ചോദിച്ച കേട്ടോ? ഓ ചേട്ടൻ ചോദിച്ചു കേട്ടോ. പറ ഉത്തരം. ഉത്തരം ഉണ്ട്. ഏതാണ്? എനിക്ക് ഒരു അവാർഡിന് വിടുന്ന ഒരു ആൽബം ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഞാനായിരുന്നു ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ ആനവാൽ മോതിരം എന്നാണ് പേര്. അപ്പോൾ അവാർഡിന് വിടേണ്ടതായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ കറക്റ്റ് എനിക്ക് ഏത് മൂവിയാന്ന് ഞാൻ ഓർക്കണില്ല, ഏതോ ഒരു മൂവിയുടെ ഷൂട്ട് വന്നു. ഒരുപാട് മൂവികളുണ്ട്, അതുകൊണ്ടല്ല, ആ സമയത്ത് ഏത് മൂവിയുടെ ഷൂട്ടാന്ന് ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നിട്ട് അവാർഡിന് വിട്ടപ്പോൾ മൂവിക്ക് അവാർഡ് കിട്ടി. അപ്പോൾ എനിക്കതിൽ ചെയ്യാൻ പറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും സിനിമയിൽ അഭിനയിക്കുന്നതാണ് കുറച്ചുകൂടെ ആൾക്കാരെ അറിയാനും കുറച്ചുകൂടി ഈ മുഖം സുപരിചിതമാകാനും പിന്നെ സർവോപരി എന്താ ഇവനത് അങ്ങനെ ഇടയ്ക്ക് ബാപ്പ ഇങ്ങനെ കാണിക്കാറില്ലേ? എന്താ അതിന്റെ അർത്ഥം? എന്താ പറ? മണി. ആൾക്ക് നല്ല നിശ്ചയുണ്ട് കേട്ടാ.